ഈ കേസിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൊലയാളിയും കൊല്ലപ്പെട്ടവനും കോൺമാൻസ് ആയിരുന്നു, അതായത് തട്ടിപ്പുകാരായിരുന്നു. അതുകൊണ്ട് തന്നെ പോലീസുകാർ ഒരുപാടധികം കുഴഞ്ഞു പോവുകയാണ്. കാരണം കൊല്ലപ്പെട്ട ആളുടെ ഐഡൻറ്റിറ്റിയും അതുപോലെ തന്നെ കൊല ചെയ്ത ആളെക്കുറിച്ചുള്ള യാതൊരു ക്ലൂവും പോലീസിന് ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. പേര് പോലും അറിയാതെ ഈ ഒരു കേസ് എങ്ങനെയാണ് പോലീസുകാർ സോൾവ് ചെയ്തതെന്നുള്ളതാണ് ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. റസിൻ ദിസ് സൈഡ്. കൊൽക്കത്തയിലെ ബൗബസാർ ഏരിയയിലായിരുന്നു പെൻഗിൻ ഹോട്ടൽ എന്ന് പറയുന്ന ഒരു ഹോട്ടൽ ഉണ്ടായിരുന്നത്. ആ ഏരിയയിൽ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഹോട്ടലായിരുന്നു അത്. ആ ഏരിയയിലെ പ്രധാനപ്പെട്ട ഒരു ലാൻഡ്മാർക്ക് ആയിരുന്നു ആ ഹോട്ടൽ. അന്ന് കൃത്യമായി പറഞ്ഞാൽ 2003 ഫെബ്രുവരി 7 ആ ബൗബസാർ പോലീസ് സ്റ്റേഷനിലോട്ട് ആ ഹോട്ടലിൽ നിന്ന് ഒരു കോള് വരികയാണ്. ആ കോളിലുണ്ടായിരുന്നവർ പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലീസുകാരോട്, സാർ എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ ഹോട്ടലിലോട്ട് വരണം, ഇവിടെ ഒരു കൊലപാതകം നടന്നിട്ടുണ്ടെന്നുള്ളതായിരുന്നു. ആ ഹോട്ടലിലെ 102 നമ്പർ മുറിയിലായിരുന്നു കൊലപാതകം നടന്നത്. ഫെബ്രുവരി 6 2 പേര് ആ ഒരു ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ഡബിൾ ബെഡ്റൂം ആയിരുന്നു അവർ എടുത്തിട്ടുണ്ടായത്. അതിൽ ഒരാളുടെ പേര് സുമൻ ബിഹാരി എന്നും രണ്ടാമത്തെ ആളുടെ പേര് മോത്തിലാൽ ഷാ എന്നും ആയിരുന്നു. അവർ ചെക്ക് ഇൻ ചെയ്ത അന്നേ ദിവസം തന്നെ, അതായത് 6 തന്നെ വൈകുന്നേരം ഈ ഒരു മോത്തിലാൽ ഷാ എന്ന് പറയുന്ന ആള് അവിടെ നിന്ന് പുറത്തോട്ട് ഇറങ്ങി പോകുന്നത് ആ ഹോട്ടലിലെ ഒരുപാടധികം സ്റ്റാഫും മറ്റുമൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസമായി. അപ്പോഴാണ് ആ ഹോട്ടലിലെ റൂം ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആ മുറിയുടെ അവിടെ പോയിട്ട് കോളിംഗ് ബെൽ അടിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് യാതൊരു റെസ്പോൺസും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പുറത്തുനിന്ന് വിളിച്ചു നോക്കി, എന്നിട്ടും യാതൊരു റെസ്പോൺസും ഉണ്ടായിരുന്നില്ല. അതിനുശേഷം ശക്തിയായിട്ട് ഡോറ് നോക്ക് ചെയ്ത് നോക്കി, എന്നിട്ടും അവിടെ നിന്ന് യാതൊരു റെസ്പോൺസും ഉണ്ടായിരുന്നില്ല. അങ്ങനെ തൻ്റെ മേലുള്ള ഉദ്യോഗസ്ഥരെ ഈ പയ്യൻ വിവരം അറിയിക്കുകയായിരുന്നു. അപ്പോൾ ഹോട്ടലിലത്തെ ബാക്കിയുള്ള സ്റ്റാഫ് വന്നു. അവർ ഇതേപോലെ തന്നെ വിളിച്ചു നോക്കി, അവിടെ നിന്ന് യാതൊരു റെസ്പോൺസും ഇല്ലാതായപ്പോൾ അവർ സ്പെയർ കീ ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു ഡോറ് തുറന്ന് നോക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ളൊരു കാഴ്ച കാണുന്നത്. അതായത് ഒരാളവിടെ മരിച്ചു കിടക്കുന്ന കാഴ്ച. അതിനുശേഷം ഉടനെ തന്നെ അവർ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. പോലീസുകാർ അവിടെ എത്തി നോക്കുമ്പോൾ ഇയാളെ കഴുത്ത് ഞെരിച്ചാണ് കൊലപ്പെടുത്തിയതെന്നുള്ളൊരു പ്രാഥമിക നിഗമനത്തിലോട്ടാണ് എത്തിയത്. കാരണം ആളുടെ കഴുത്തിൽ പാടുകൾ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ വായിൽ നിന്നും മൂക്കിൽ നിന്നൊക്കെ ചോരയും വന്നിട്ടുണ്ടായിരുന്നു. ഉടനെ തന്നെ ഫോറൻസിക് ഉദ്യോഗസ്ഥരും അങ്ങോട്ട് എത്തുകയാണ്. എന്നാൽ അവരുടെ ഇൻവെസ്റ്റിഗേഷനിലും ഫിംഗർ പ്രിൻ്റ് പോലും അവിടെ നിന്ന് വേറൊന്ന് കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. ആകെ അവിടെ നിന്ന് അവർക്ക് കിട്ടിയൊരു ക്ലൂ എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അവിടെ ഒരു ന്യൂസ് പേപ്പർ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിലത്തെ ഒരു പേജ് മിസ്സിങ് ആയിരുന്നു. അപ്പോൾ പോലീസുകാർ ആ സെയിം ന്യൂസ് പേപ്പർ 6 തീയതിയിലത്തെ ന്യൂസ് പേപ്പർ ആയിരുന്നു അത്. ആ ന്യൂസ് പേപ്പർ വാങ്ങിയിട്ട് ആ ഒരു പേജിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് ആ പേജൊക്കെ അരിച്ചു പറക്കുകയാണ്. എന്നാൽ ഒന്നിലോട്ട് ലീഡ് ചെയ്യുന്ന ഒന്നും തന്നെ ആ ഒരു പേജിലും ഉണ്ടായിരുന്നില്ല. ആകപ്പാടൊരു ലീഡെന്ന് പറയാനായിട്ട് പോലീസിന് ലഭിച്ചത് ഈ ഒരു സുമൻ ബിഹാരിയുടെ പോക്കറ്റിൽ നിന്ന് കിട്ടിയ ഒരു ഡയറി ആയിരുന്നു. ആ ഒരു ഡയറിയിൽ ഒരുപാടധികം ആളുകളുടെ ഫോൺ നമ്പർ, കോണ്ടാക്ട് ഡീറ്റെയിൽസ്, അഡ്രസ്സ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ആ ഒരു ഡയറി നോക്കിയപ്പോഴാണ് പോലീസിന് മറ്റൊരു കാര്യം മനസ്സിലാകുന്നത്. അയാളുടെ പേര് ഒരു സുമൻ ബിഹാരി എന്നായിരുന്നില്ല, തപൻദാസ് എന്നായിരുന്നു. അപ്പോൾ അയാൾ വേറൊരു പേരിലായിരുന്നു ആ ഹോട്ടലിൽ മുറിയെടുത്തിട്ടുണ്ടായത്. അങ്ങനെ പോലീസുകാർ ആ ഒരു ബുക്കിലുള്ള ഓരോരുത്തരെയും കോണ്ടാക്ട് ചെയ്യാണ്. അപ്പോഴാണ് അവർക്ക് ഇയാളൊരു വലിയൊരു തട്ടിപ്പ് വീരനാണെന്നുള്ള കാര്യം മനസ്സിലായത്. അതായത് അയാൾ പറ്റിച്ച ആളുകളുടെ കോണ്ടാക്ട് ഡീറ്റെയിൽസും മറ്റുമൊക്കെ ആ ഒരു ബുക്കിലുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇയാളുടെ വലയിൽ പെട്ട് നിൽക്കുന്ന ആളുകളുടെ ഡീറ്റെയിൽസ് ഉണ്ടായിരുന്നു. ഇനി പെടാൻ സാധ്യതയുള്ള ആളുകളുടെയും ഡീറ്റെയിൽസ് എല്ലാം തന്നെ അയാളുടെ ആ ഒരു ബുക്കിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇയാൾ ജോലി ശരിയാക്കി കൊടുക്കാം എന്നൊക്കെ പറഞ്ഞ് അഡ്വാൻസ് എമൗണ്ടും കാര്യങ്ങളും വാങ്ങുക, അതേപോലെ തന്നെ ലോൺ ശരിയാക്കി കൊടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് പൈസ വാങ്ങുക, അത് ശരിയാക്കി കൊടുക്കാമെന്ന് പറഞ്ഞ് പൈസ വാങ്ങുക, അങ്ങനെ ഇങ്ങനെയുള്ള ഒരുപാടധികം തട്ടിപ്പുകളായിരുന്നു നടത്തി വന്നിരുന്നത്. അപ്പോൾ പോലീസുകാർ ആ ഒരു ഹോട്ടലിലെ ഒരുപാടധികം സ്റ്റാഫിനെയും മറ്റൊക്കെ ചോദ്യം ചെയ്യാണ്. എന്നിട്ടും വലിയ കാര്യമായിട്ടുള്ളൊരു ലീഡൊന്നും കിട്ടിയില്ല. എന്നാലും അവർക്ക് എന്താ പറയുക, ആ കൊലയാളിയുടെ സ്കെച്ചും കാര്യങ്ങളൊക്കെ കിട്ടുകയാണ്. അതായത് അവിടെയുള്ള എന്താ പറയുക ബാക്കിയുള്ള എംപ്ലോയീസ് എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചത് കൊടുത്തു കഴിഞ്ഞിട്ട് അവരൊരു പടമൊക്കെ വരച്ചുണ്ടാക്കുകയാണ്. കൊല്ലപ്പെട്ട എന്തായാലും ഒരു തട്ടിപ്പുകാരനാണ്. അപ്പോൾ കൊലയാളിയും ഒരു തട്ടിപ്പുകാരനായിരിക്കും എന്ന് പോലീസിന് ഏകദേശം ഒരു ധാരണ കിട്ടി. അപ്പോൾ രണ്ടിനെയും ഫേക്കാണെന്നുള്ള ഒരു ഐഡിയയിലോട്ടൊക്കെ പോലീസുകാർ എത്തിയിട്ടുണ്ടായിരുന്നു. അടുത്തതായിട്ട് അവരെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇതേപോലെ തന്നെ പോലീസിൻ്റെ കോണ്ടാക്റ്റിലുള്ള തട്ടിപ്പുകാർ, കള്ളന്മാർ, അങ്ങനെ ഇങ്ങനെയുള്ള ഒരുപാടധികം ആളുകളുണ്ടല്ലോ, അവരുടെ അടുത്ത് എല്ലാവരുടെ അടുത്തും ആ ഒരു രേഖാചിത്രം കാണിക്കുകയാണ്. ഇയാൾ അറിയോ എന്നുള്ള കാര്യം ചോദിച്ചുകൊണ്ട് ഒരുപാടധികം ആളുകളുടെ അടുത്ത് കാണിച്ചപ്പോൾ അറിയില്ല എന്നായിരുന്നു പറഞ്ഞത്. എന്നാൽ ചില ആളുകൾ ഇയാൾ എവിടെയോ കണ്ടിട്ടുണ്ട്, പക്ഷെ ആരാണ് എന്താണെന്നുള്ളത് ക്ലിയർ ആകുന്നില്ല എന്നുള്ളത് പറയുകയാണ്. അതായത് അവർക്കൊന്നും ഓർമ്മ കിട്ടുന്നില്ല എന്നുള്ള തരത്തിൽ പോലീസിൻ്റെ അടുത്ത് പറയുകയായിരുന്നു. വീണ്ടും പോലീസുകാർ ആ ഒരു ഹോട്ടലിൽ തിരിച്ചെത്തുകയാണ്. വീണ്ടും സ്റ്റാഫിനെ ചോദ്യം ചെയ്തു. അപ്പോൾ അവർക്ക് വീണ്ടും കുറച്ച് ഡീറ്റെയിൽസ് കിട്ടി. കാരണം ഓരോ തവണ പോലീസുകാർ ഓരോ തരത്തിൽ ചോദ്യം ചെയ്യുമ്പോൾ കുറേ കാര്യങ്ങൾ ഡീറ്റെയിൽസ് പോലീസിന് ലഭിക്കും. ആ ഒരു ചെറിയ ഡീറ്റെയിലിൽ നിന്നൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഒരു കേസൊക്കെ തെളിയിക്കുന്നത്. അപ്പോൾ ഇത്തവണ പോലീസുകാർ ചോദ്യം ചെയ്തപ്പോൾ ഈ
അവിടെ ഉണ്ടായിരുന്ന പയ്യന്മാർ, അതായത് വർക്ക് ചെയ്യുന്ന പയ്യന്മാർ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 6-ാം തീയതി ഇവർ ആ റൂമിലോട്ട് ചിക്കൻ പക്കോട ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു പയ്യൻ അത് കൊണ്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെന്താണ് പറഞ്ഞിരുന്നതെന്നൊന്നും ആ പയ്യൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്തോ സീരിയസ് ആയിട്ടുള്ള ഡിസ്കഷനിലായിരുന്നു. അതിൻ്റെ ഇടയിൽ അവർ സർക്കസ് എന്നുള്ള വാക്കുകൾ യൂസ് ചെയ്യുന്നതായിട്ട് ഈ പയ്യൻ കേട്ടതായിട്ട് പോലീസിൻ്റെ അടുത്ത് പറയാണ്. അപ്പോൾ കൊൽക്കത്തയിൽ ആ സമയത്ത് ആകെപ്പാട് ഒരു സർക്കസ് കമ്പനി ലൈവായിട്ടുണ്ടായിരുന്നുള്ളൂ. പോലീസുകാർ നേരെ അങ്ങോട്ട് പോവുകയാണ്. അവിടെ എത്തി അവിടെയുള്ള എംപ്ലോയീസിൻ്റെ എല്ലാവരുടെ അടുത്തും ആ ഒരു ഫോട്ടോയും മറ്റും കാണിച്ചു കൊടുത്തിട്ട് ഇതാരാണെന്ന് അറിയുമോ എന്നുള്ളത് ചോദിക്കുകയാണ്. എന്നാൽ അവർക്ക് ആർക്കും തന്നെ അത് ആരാണെന്നുള്ളതിനെ കുറിച്ചിട്ട് യാതൊരു അഡ്രസ്സും ഉണ്ടായിരുന്നില്ല. അങ്ങനെ പോലീസുകാർ വീണ്ടും ഒരു ഡെഡ് എൻഡിലെത്തി നിൽക്കുകയാണ്. അവസാനം എന്താ പറയുക, ഒരു കേസ് തുടങ്ങിയിട്ട് കുറേ നാളുമായി, ഇത് എങ്ങോട്ടും എത്തുന്നില്ല എന്നാകെ പ്രാന്ത് പിടിച്ചിങ്ങനെ പോലീസുകാർ പോകുന്നതിൻ്റെ ഇടയിൽ പോലീസുകാരൻ പറഞ്ഞു, അതായത് ഈ സർക്കസ് കമ്പനിയിൽ നിന്ന് ഇറങ്ങി പോകുന്നതിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും നിർത്തുമ്പോൾ ഒരു ചായ കുടിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഡ്രൈവറായിട്ടുള്ള പോലീസുകാരൻ പറഞ്ഞു, ഓക്കെ, സർക്കസ് മുറി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമുണ്ട്, നമുക്ക് അവിടെ പോയിട്ട് ചായ കുടിക്കാം, അവിടെ ഒരുപാട് ചായക്കടകളുണ്ടെന്ന് പറയുകയാണ്. അവിടെ എത്തി ചായ കുടിക്കുന്ന സമയത്താണ് ഈ പോലീസ് ഉദ്യോഗസ്ഥന് തോന്നുന്നത് എന്തുകൊണ്ട് ഈ ഒരു സ്ഥലത്തിനെ കുറിച്ചായിരിക്കാം അവർ പറഞ്ഞിട്ടുണ്ടാകുക. അതായത് ആ പയ്യൻ്റെ തലയിൽ ജസ്റ്റ് സർക്കസ് എന്നുള്ള വാക്ക് മാത്രം രജിസ്റ്റർ ആയതാണെങ്കിലോ. അങ്ങനെ ആ ഒരു പോലീസുകാർ നേരെ സ്റ്റേഷനിലോട്ട് പോയിട്ട് ആ ഏരിയയിലുള്ള കംപ്ലീറ്റ് ഗുണ്ടകളെയും കള്ളന്മാരെയും അതുപോലെ തന്നെ തട്ടിപ്പുകാരെയും എല്ലാവരെയും ഇതേപോലെ തന്നെ പൊക്കുകയാണ്. എന്നിട്ട് അവരുടെ അടുത്ത് ചോദിച്ചു, ഈ ആളറിയുമെന്ന് ചോദിച്ചു. അങ്ങനെ അന്വേഷിച്ചു വരുന്നതിൻ്റെ ഇടയ്ക്ക് ഇയാളെക്കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസും മറ്റും പോലീസിന് ലഭിക്കുകയാണ്. ബാബു മുഖർജി എന്നായിരുന്നു ആളുടെ പേര്. പോലീസുകാർ അയാളെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു. കുറച്ചു നേരം നല്ല രീതിയിൽ ചോദ്യം ചെയ്തപ്പോൾ അയാൾ സമ്മതിക്കുകയും ചെയ്തു. അതെ, അയാളെ കൊന്നത്, അതായത് തപൻദാസിനെ കൊന്നത് താനാണെന്ന് സമ്മതിക്കുകയാണ്. ഇയാൾ ഒരു തട്ടിപ്പുകാരൻ തന്നെയായിരുന്നു. അതുകൊണ്ടാണ് ചില ആളുകൾക്ക്, അതായത് പോലീസുകാർ ഒരു എന്താ പറയുക രേഖാചിത്രം കൊണ്ട് നടന്ന സമയത്ത് ചില ആളുകൾ ഇയാൾ എവിടേക്കോ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ ആ ഒരു രീതിയിലായിരുന്നു ഇയാളുമായിട്ട് എന്താ പറയുക അവർക്ക് പരിചയം ഉണ്ടായിരുന്നത്. അപ്പോൾ പ്രശ്നം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് വേറൊരു സ്കാം അവിടെ നടക്കുന്നുണ്ടായിരുന്നു. $1 മില്യൺ നോട്ട് സ്കാം. അതായത് ഒരു $1 മില്യൺ നോട്ട്, അതായത് അമേരിക്കൻ സർക്കാർ പോലും അറിഞ്ഞിട്ടില്ല അങ്ങനെയുള്ളൊരു നോട്ട് ഇറങ്ങിയത്. അതായത് സത്യത്തിൽ അവർ അടിച്ചിട്ടില്ല, അത്രയും വലിയ നോട്ടൊന്നുമില്ല. പക്ഷേ ഇങ്ങനെയുള്ളൊരു നോട്ട് ഇവിടെ കിടന്ന് സർക്കുലേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് വളരെ റെയർ ആയിട്ടുള്ളൊരു നോട്ടാണ്, വളരെ പ്രിഷ്യസ് ആയിട്ടുള്ളൊരു നോട്ടാണ്. ആ ഒരു നോട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കോടികളാണ് അതിൻ്റെ വില എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ കുറേ തട്ടിപ്പുകളും മറ്റൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. ഈ തപൻദാസിനെ ഓൾറെഡി അറിയാം, ബാബു മുഖർജി എന്ന് പറയുന്ന ആൾ ഇതേപോലെ തന്നെ ഒരു കോൺമാൻ ആണെന്നുള്ളത്. അപ്പോൾ ഈ തപൻദാസ് എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇയാളുടെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, എനിക്ക് ഇതേപോലെ തന്നെ വലിയ കുറച്ച് പുള്ളികളൊക്കെ അറിയാം, നിൻ്റെ കയ്യിൽ നല്ല ഐഡിയ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നീ പറയാം, നമുക്ക് ഒരുപാട് പൈസ ഉണ്ടാക്കാം, കോടികൾ നമുക്ക് ഉണ്ടാക്കാം എന്നൊക്കെ പറയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ഇതിന് മുന്നേ ഇതേപോലെ തന്നെ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് നല്ല സക്സസ് ആയിട്ട് സെറ്റായിട്ട് ആൾക്കാരെ പരിചയിച്ചിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് കുറേ ഗുണമുണ്ടായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് തെളിവൊക്കെ എടുത്ത് കാണിക്കുകയാണ്. ഈ ഒരു തെളിവെന്ന് വെച്ച് കഴിഞ്ഞാൽ $1 മില്യൺ നോട്ടായിരുന്നു. ആ ഒരു സമയത്ത് ഈ എന്താ പറയുക മുഖർജിക്ക് ഇത് അറിയില്ലായിരുന്നു. ഈ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഫേക്ക് നോട്ടാണെന്നുള്ളതിനെ കുറിച്ചിട്ട് ആൾക്ക് യാതൊരു ധാരണയുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ തപൻദാസിൻ്റെ പ്ലാൻ എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ വലിയ എന്താ പറയുക കള്ളന്മാരെയും ഇതേപോലെ കോൺമാനായിട്ടുള്ള ആളുകളെയൊക്കെ കാണിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പൈസ വേണമെന്നൊക്കെ പറഞ്ഞ് ഇയാളുടെ അടുത്ത് നിന്ന് പൈസ അടിക്കുക എന്നുള്ളൊരു പ്ലാനിലായിരുന്നു ആ ഒരു ആളുണ്ടായിരുന്നത്. ഈ ബാബു മുഖർജി വിചാരിച്ചിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾറെഡി അയാൾക്കറിയാം ഇയാളും ഒരു തട്ടിപ്പുകാരനാണെന്നുള്ളത്. എൻ്റെ അടുത്ത് നിന്ന് ഇതേപോലെ തന്നെ പൈസ അടിക്കാനാണ് എന്നെ ഇതേപോലെ വേറെ വലിയ ആൾക്കാരുണ്ട് അവരെ പരിചയപ്പെടുത്തി തരാമെന്ന് പറഞ്ഞ് കൊണ്ടു നടക്കുന്നതെന്നുള്ളത് ആൾക്കറിയാം. കാരണം ആൾ ഈ ഒരു ഫീൽഡിൽ കുറേ കാലമായിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ വലിയ ആൾക്കാരെ ഇങ്ങനെ പരിചയപ്പെടുന്ന രീതിയിലൊന്നും ഇല്ല എന്നുള്ളതിനെ കുറിച്ചിട്ട് ഏകദേശം ധാരണയൊക്കെ ആൾക്കുണ്ടായിരുന്നു. ആളുടെ ലക്ഷ്യം ആ ഒരു $1 മില്യൺ നോട്ടായിരുന്നു. അതായത് അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും ചെയ്യേണ്ട, ജീവിതം സെറ്റായി കോടിക്കണക്കിന് രൂപ വാല്യൂ ഉള്ള ഒരു സാധനമാണെന്നുള്ളത് ആ ഒരു ടൈമിൽ ആളുടെ മൈൻഡിൽ രജിസ്റ്റർ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇയാൾ പറയുന്നത് വിശ്വസിക്കുന്നത് പോലെ അഭിനയിച്ച് ഇയാളുടെ കൂടെ ഇയാൾ കൂടിയിട്ടുണ്ടായത്. ഇവർ ആ ഹോട്ടലിൽ മുറിയെടുത്തിട്ട് ആളുകളെ പറ്റിക്കുന്നതിനെക്കുറിച്ചും ഇതിനെക്കുറിച്ചൊക്കെ വൻ ചർച്ചകളിലായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഒരു ബാബു മുഖർജി തപൻദാസിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ആ ആൾക്കാരെ പരിചയപ്പെടുത്തി തന്നിരുന്ന ഉപകാരമായിരുന്നു. അതായത് വലിയ ആൾക്കാരെ പ്ലാൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വലിയ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരു ചിന്തയിൽ ആളിങ്ങനെ പറയുന്നത് പോലെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ആ സമയത്ത് തപൻദാസ് വേറൊരു കാര്യം പറയാണ്, അത് അത്ര എളുപ്പമല്ല, ഇനിയും കുറച്ചുകൂടെ ഫണ്ട് ഇറക്കേണ്ടി വരും എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ബാബു മുഖർജി ഇയാളുടെ അടുത്ത് ചൂടാവാനുണ്ടായത്. അങ്ങനെ അവർ തമ്മിൽ ചെറിയ രീതിയിൽ പ്രശ്നങ്ങളും കാര്യങ്ങളുണ്ടായി, അടിയായി. ആ ഒരു സമയത്ത് ഇയാൾ എന്താ പറയുക ആ ഒരു തപൻദാസിൻ്റെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. ആ ഒരു കൊലപാതകത്തിന് ശേഷം ആളെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തെളിവുകളും കാര്യങ്ങളെല്ലാം തന്നെ നശിപ്പിച്ചു. അതിനുശേഷം ആ ഒരു $1 മില്യൺ നോട്ട് ഉണ്ടല്ലോ, ആ ഒരു നോട്ടും എടുത്ത് ഒന്നും അറിയാത്തതുപോലെ അവിടെ നിന്ന് സ്ഥലം വിടുകയാണ്. ഇതൊക്കെയായിരുന്നു ആ ഒരു ബാബു മുഖർജി പോലീസിനോട് പറഞ്ഞ കാര്യങ്ങൾ. അപ്പോൾ ജസ്റ്റ് ഇയാളിങ്ങനെ കൺഫസ് ചെയ്തിട്ട് കാര്യമില്ല, തെളിവുകളും മറ്റൊക്കെ വേണമല്ലോ. അങ്ങനെ ഇയാളെ കൊണ്ട് എന്താ പറയുക ഇയാളുടെ പേരും അഡ്രസ്സൊക്കെ എഴുതിക്കുകയാണ്. അതായത്
ഓൾറെഡി ആൾ രജിസ്റ്ററിൽ എഴുതിയിട്ടുണ്ടായിരുന്നല്ലോ, അതിൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ആയിട്ട് മാച്ച് ആകുന്നുണ്ടോ എന്ന് നോക്കുന്നതിന് വേണ്ടിയിട്ട് അത് എക്സാക്റ്റ് ആയിട്ട് മാച്ച് ആവുകയാണ്. പിന്നെ അയാളുടെ വീട്ടിൽ പോയിട്ട് പോലീസുകാർ സെർച്ച് ചെയ്തപ്പോൾ പോലീസിനൊരു ചാവി കിട്ടി, ഒരു കീ കിട്ടി. ആ കീ ആ ഹോട്ടൽ മുറിയുടേതായിരുന്നു. അവിടുന്ന് മുറിയും പൂട്ടി ആൾ പോയപ്പോൾ ആ ഒരു കീയും കൂടെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ആ ഒരു കീ ഒരു കടലാസിൽ പൊതിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ആദ്യം തന്നെ അവിടെ ഒരു ന്യൂസ് പേപ്പറിൻ്റെ ഉള്ളിൽ നിന്നൊരു പേജ് കാണാതായി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ആ സെയിം പേജ് ആയിരുന്നു അത് കറക്റ്റായിട്ട് ആ ഒരു ന്യൂസ് പേപ്പറായിട്ട് മാച്ചിങ്ങും ആവുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇയാൾ തന്നെയാണ് ആ ഒരു കൊലപാതകി എന്നുള്ളത് പോലീസുകാർ തെളിയിക്കുകയാണ്. ഈ ഒരു കേസിൽ അയാൾക്ക് ജീവപര്യന്തം തടവാണ് കോടതി വിധിച്ചത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന വേറൊരു സംശയമാണ് ആ $1 മില്യൺ നോട്ടിൻ്റെ കാര്യം. അത് ഇയാളൊക്കെ ഒന്ന് 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഈ ബാബു മുഖർജിക്ക് മനസ്സിലായി ഈ $1 മില്യൺ നോട്ട് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വേറൊരു ടൈപ്പാണെന്നുള്ളത്. ഇയാൾ തന്നെ പറ്റിക്കാൻ നോക്കി, താനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇയാളെ പറ്റിക്കാൻ നോക്കി എന്നാൽ ശരിക്കും പെട്ടത് താനാണെന്നുള്ള കാര്യം അപ്പോഴാണ് ആൾക്ക് മനസ്സിലായത്. ഒരു 10 പൈസയുടെ വിലയില്ലാത്തൊരു സാധനത്തിന് വേണ്ടിയിട്ടാണ് താൻ ഒരു കൊലപാതകം ചെയ്തതെന്നുള്ളത് ആ ഒരു സമയത്തായിരുന്നു അയാൾ റിയലൈസ് ചെയ്തത്. അയാൾ ആ ഒരു നോട്ട് അപ്പോൾ തന്നെ കീറിക്കളയാണ് ഉണ്ടായത്. അതായത് അത്രത്തോളം ഗ്രീഡും കാര്യങ്ങളൊക്കെ കൂടിയിട്ട് അത്രയും കാലം ചെറിയ രീതിയിൽ ആൾക്കാരെ പറ്റിച്ച് പൈസ ഉണ്ടാക്കി നടന്നിരുന്ന ഒരാൾ ഇപ്പോൾ ആൾക്കാരെ കൊന്നു പൈസ ഉണ്ടാക്കുക എന്നുള്ളൊരു ലെവലിലോട്ട് വരെ കാര്യങ്ങൾ എത്തിയതായിരുന്നു. അങ്ങനെയാണ് ആ ഒരു കൊലപാതകം നടക്കുന്നതും അവസാനം ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതും. അവസാനം അയാൾക്ക് ജീവപര്യന്തം തടവ് ശിക്ഷയായിരുന്നു ലഭിച്ചത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. ഈ ഒരു സ്റ്റോറി കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? നിങ്ങളുടെ തോട്ട്സും മറ്റും എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഇറ്റ്സ് മീ സൈനിങ് ഓഫ്. പീസ്. സ്റ്റേ പീസ്ഫുൾ ഗൈസ്. സ്റ്റേ സേഫ്.